നേരത്തെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതിപിടിയിൽ. കൊച്ചുവേളി റെയിൽവേ പോലീസാണ് പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത്. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം ഉണ്ടായത്. മദ്യപിച്ചാണ് ഈ പ്രതി കമ്പാർട്ട്മെന്റിൽ എത്തിയതെന്നാണ് വിവരം. യുവതിയെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ദിസ്ന സുരേഷ് വീണ്ടും ചേരുന്നുണ്ട്. ദിസ്ന, ആദ്യം തന്നെ അറിയേണ്ടത് ഈ പെൺകുട്ടിയുടെ നിലവിലെ ആരോഗ്യാവസ്ഥ അത് എങ്ങനെയാണെന്നാണ്. മാത്രമല്ല, ഈ പ്രതിക്ക് ഈ പെൺകുട്ടിയെ മുൻപരിചയമുണ്ടോ? എങ്ങനെയാണ് ഇയാൾ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയത്? ഈ പെൺകുട്ടിയെ തള്ളിയിട്ടതിന് ശേഷവും ഈ പ്രതി അതേ കമ്പാർട്ട്മെന്റിലാണോ സഞ്ചരിച്ചത്? ദിസ്ന, കൂടുതലായി പറഞ്ഞാൽ പ്രാഥമിക വിവരം, റെയിൽവേ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാകുന്നുള്ളൂ എന്നത് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഈ യുവതിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർക്കലയിൽ നിന്ന് യുവതി ഗുരുതര പരിക്കുകളുണ്ട്. അതായത് പരിക്കുകൾ സാരമായതിനാൽ ഈ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന നിലവിലെ പുതിയ വിവരം തന്നെയാണ് നമുക്ക് ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും എടുത്തു പറയാനുള്ളത്. പ്രതിയെ കൊച്ചുവേളിയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് എന്നൊരു പ്രാഥമിക വിവരം കൂടി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാൾ എന്നത് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. അതോടൊപ്പം തന്നെ ഈ യുവതിയും തിരുവനന്തപുരം സ്വദേശിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലുവയിലേക്കാണ് ഈ യുവതി ടിക്കറ്റ് എടുത്ത ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുന്ന ഈ ട്രെയിനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാലും ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നത് വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. യുവതിയെ ആദ്യഘട്ടത്തിൽ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ആരോഗ്യനില അതീവ ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർക്കല അയന്തി ഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നും മദ്യപിച്ച് കയറിയ യുവാവ് ഈ യുവതിയെ ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ യുവാവ് രക്ഷപ്പെടുകയായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അശ്വതി, ഈ പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ ദിസ്ന? പോലീസ് എന്താണ് പറയുന്നത് ഈ സംഭവത്തെ പറ്റി? നിലവിൽ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് പ്രതിയുടെ കാര്യത്തിൽ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. നേരത്തെ അശ്വതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ നിലവിൽ ഉത്തരം കിട്ടിയിട്ടില്ല. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ സ്ഥിരീകരണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അശ്വതി, പെൺകുട്ടിയുടെ ഏത് ശരീരഭാഗത്താണ് ദിസ്ന ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്? ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞല്ലോ. ഉടൻ തന്നെ പെൺകുട്ടിയെ മാറ്റുമോ? നിലവിൽ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലാണോ ഈ പെൺകുട്ടി? പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നത് തന്നെയാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തലയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ കാര്യമായി പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെയാണ് വർക്കല സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആരോഗ്യനില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടി. ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇതേ കമ്പാർട്ട്മെന്റിൽ, ഈ ആക്രമണത്തിന് ശേഷം ഈ പ്രതി ഇതേ കമ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നോ സഞ്ചരിച്ചത്? കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. അശ്വതി, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈ പ്രതിയുടെ ഒരു ഫോട്ടോയും കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പ്രാഥമിക വിവരമായി പറയുന്നത് ഇയാൾ മദ്യപിച്ച്, അതായത് യുവതിയുമായി നേരത്തെ ചോദിച്ചതുപോലെ യുവതിയുമായി നേരിട്ട് പരിചയമില്ല എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മദ്യപിച്ച് ഇയാൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുകയായിരുന്നു എന്നത് തന്നെയാണ് പ്രാഥമികമായ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. എത്ര മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എപ്പോഴാണ് ഈ പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്? അശ്വതി, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ മെമു, അതായത് ഈ ട്രെയിൻ സഞ്ചരിച്ച് കുറച്ചു കഴിഞ്ഞതിന് ശേഷം ട്രാക്കിൽ ഇത്തരത്തിലൊരു യുവതിയെ കണ്ടതിനെ തുടർന്ന് തൊട്ടുപിറകിൽ വന്ന മെമുവിൽ വന്ന ജീവനക്കാരാണ് ഈ യുവതിയെ കണ്ടെത്തുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ യുവതിയെ തള്ളിയിട്ടതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്നാണ് റെയിൽവേ പോലീസ് ഇത്തരത്തിൽ ഈ യുവതിയെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യുവതിയുടെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നും തന്നെ ആ സമയത്ത് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ്. ഈ കൂടെയുള്ള പെൺസുഹൃത്തിനെ പറ്റി പരാമർശിച്ചു. ആ പെൺസുഹൃത്ത് ആശുപത്രിയിലാണോ? ഈ അപകടത്തെ പറ്റി എന്തെങ്കിലും മൊഴി പോലീസ് നൽകിയോ? ആ പെൺകുട്ടി എന്താണ് ഈ സംഭവത്തെ പറ്റി പറയുന്നത്? അശ്വതി, നിലവിൽ പ്രാഥമികമായി യാതൊരു വിവരവും റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചുവേളിയിൽ നിന്നും ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായി ഇവരുടെ മൊഴികളൊക്കെ തന്നെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അശ്വതി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, അതെ ദിസ്ന,
അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിലൊരു വ്യക്തത നൽകാനാകൂ. ദിസ്ന, ഈ പെൺകുട്ടി അബോധാവസ്ഥയിൽ തന്നെയാണോ തുടരുന്നത്? ശരി, കൊച്ചുവേളി റെയിൽവേ പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത്. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അല്പം മുൻപായിരുന്നു സംഭവം. മദ്യപിച്ചാണ് പ്രതി കമ്പാർട്ട്മെന്റിൽ എത്തിയതെന്നാണ് വിവരം. യുവതിയെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെയുള്ള പെൺസുഹൃത്തൊപ്പമുണ്ട്. ഒപ്പം പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് മദ്യപിച്ച പ്രതി അതിക്രമിച്ചു കയറിയത്. സ്ത്രീകൾക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പോലും സുരക്ഷയില്ലാത്തൊരു കാലം. വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ പ്രതി തള്ളിയിട്ടത്. പ്രതി എങ്ങനെ ഈ ട്രെയിനിനുള്ളിൽ കയറിയെന്നോ എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. കൊച്ചുവേളി റെയിൽവേ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാൾ. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. ദിസ്ന ചേർന്നുകൊണ്ട്, ദിസ്ന, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ പോലീസിന്റെ ഭാഗത്തു നിന്നും? പറഞ്ഞാൽ തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാർ, അതെ, പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് സുരേഷ് കുമാർ എന്ന ആളാണ് ഇത്തരത്തിൽ ഒരു ഈ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. കേരള എക്സ്പ്രസിൽ നിന്നാണ് ഇത്തരത്തിൽ യുവതിയെ തള്ളിയിട്ടത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നത് വലിയ രീതിയിൽ യാത്രക്കാരിൽ ഭീതി ജനിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് ഇയാൾ മദ്യപിച്ചിരുന്നു എന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെയാണ് ഈ പ്രതി ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറിയതെന്നാണ് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ടിക്കറ്റ് എടുക്കാതെ ആയിരിക്കും എന്തായാലും യാത്ര. എന്നിരുന്നാൽ കൂടിയും ഏത് സ്റ്റേഷനിൽ നിന്നാണ് ഈ പ്രതി കടന്നു കയറിയത്? മറ്റ് സഹയാത്രക്കാരൊന്നും ഇദ്ദേഹം കയറിയത് കണ്ടില്ലേ ദിസ്ന? അശ്വതി, പ്രധാനമായും പനച്ചിമൂട് സ്വദേശിയാണ് ഇയാൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. പനച്ചിമൂട് സ്വദേശി, ഇയാളുടെ സ്വദേശം കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. പനച്ചിമൂട് സ്വദേശിയാണ്. ഈ യുവതിയുടെ ആരോഗ്യനില എന്ന് പറയുന്നത് ആന്തരിക രക്തസ്രാവം യുവതിക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് യുവതിയെ മാറ്റിയത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. ഇയാൾ അതിക്രമം നടത്തിയ ആൾ എവിടെ നിന്നാണ് കയറിയത് എന്നതിനെ സംബന്ധിച്ച ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ പെൺകുട്ടിയുടെ സ്വദേശം എവിടെയാണ്? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോ? അശ്വതി, നിലവിൽ ഈ പെൺകുട്ടി ആലുവയിലേക്കാണ് ടിക്കറ്റ് എടുത്തത് എന്നൊരു വിവരം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് ഈ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആന്തരിക രക്തസ്രാവം യുവതിക്കുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ ആണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പോലീസിന്റെ ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ വരുന്നു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം എന്നൊരു സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. മദ്യപിച്ച ഇയാൾ അത്തരത്തിൽ കയറുകയാണ്. ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലേ? തീർച്ചയായും പ്രതിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുന്ന ഈ മനോനില നമുക്ക് വ്യക്തമാകും. എന്തായാലും ആ ഉദ്ദേശം നല്ലതായിരുന്നില്ല. പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തന്നെ തുണിഞ്ഞാണ് ആ പ്രതി കയറിയത്. എവിടെ നിന്നാണ് കയറിയത് എന്നാണ് ഇനി അറിയേണ്ടത് ദിസ്ന. പെൺകുട്ടിക്കൊപ്പമാണോ കയറിയത്? പെൺകുട്ടിയെ പിന്തുടർന്ന് കയറിയതാണോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതി ഇപ്പോൾ നിലവിൽ എവിടെയാണ്? പ്രതിയെ ഇപ്പോൾ കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പ്രാഥമിക വിവരം മാത്രമാണ് അശ്വതി. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തേക്ക് ഈ വിവരം അറിയിച്ചോ ദിസ്ന? അവർ എത്തിയിട്ടുണ്ടോ? ശരി, തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതിപിടിയിൽ. കൊച്ചുവേളി റെയിൽവേ പോലീസാണ്
പിടികൂടിയത്. പനച്ചിമൂട് സ്വദേശി സുധീഷാണ് പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാൾ. മാത്രമല്ല, കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് അതിക്രമിച്ചു കയറിയാണ് പ്രതി ഗുരുതര കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവമുണ്ട്. ഒപ്പം